ഹലോ, അപ്പോൾ ഇന്ന് ബറാത്ത് രാവിലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാൽവാഴക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനിതാ ഈ ഒരു സൈസിലുള്ള ചെറിയ സാബുനരിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ അത് വേവിക്കാനുള്ള വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വെള്ളം ഒന്ന് തിളക്കുന്ന ഒരു ടൈം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട പായം ഒന്ന് ചെറുതാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പായമൊക്കെ നന്നായിട്ട് അതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത സാബുനരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഈ പായം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ പായം കുറച്ച് പൈപ്പ് കുറവാണ്. അപ്പോൾ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പായം വഴറ്റിയത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സാബുനരിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ പാലാട്ട ചേർത്ത് കൊടുക്കണത്. തേങ്ങാപ്പാലുണ്ടെങ്കിൽ കുറച്ചുകൂടി വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ ഞാനിപ്പം പശുവിൻ്റെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അങ്ങനെ ആ സാബുനരിയും പാലൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും പിന്നെ നെയ്യിൽ കുറച്ച് കിസ്മിസും കാഷ്യൂസും ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീരുള്ളി വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ആ നെയ്യിൽ തൂമ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ മക്കൾക്ക് അത്ര ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. അങ്ങനെ അതാ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പാൽവാഴക്കൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.